ബൗളിലേക്ക് 1.5 ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മീൻ വറക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അധികം വെള്ളം വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ഒരു 3/4 കിലോ ഉണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു വശം ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. ഞാനിപ്പോൾ എല്ലാ പീസസും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നമുക്ക് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ടാണ്. ഇപ്പോൾ എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇതേ രീതിയിൽ മീനിൻ്റെ പീസസ് എല്ലാം നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ ഓയിലിലേക്കാണ് ഞാൻ വെളുത്തുള്ളി ഇടുന്നത്. ഒരു 3 വലിയ ബൾബ് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളികളാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിലുള്ളത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനതൊരു 2 കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മുരിഞ്ഞു വരട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നിങ്ങൾക്ക് ഇത്ര അധികം വേണ്ട എന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, പിന്നെ ഉപ്പ്. ഇത് നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് ഉപ്പ് കുറച്ച് കൂടുതൽ വേണം. ഇത് പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഉള്ളിയൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു അല്പം വെള്ളം ഒഴിച്ച് ആ പാത്രത്തിൽ പറ്റിയിരുന്നത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി അത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനി 1/2 കപ്പ് വെള്ളം കൂടി എടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് അത് നന്നായി തിളച്ച് വരണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന്. ഇനി വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ മീനിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ അച്ചാറാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് എന്നോട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയുകയും വേണം. കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്.
നമ്മുടെ ചാറെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഞാനിത് ചെറിയ ചാറോട് കൂടിയ രീതിയിലുള്ള മീനച്ചാറാണ്. ഇനി ഇത് ഒരാഴ്ച വരെ നമുക്ക് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇപ്പോൾ നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.